ചമേലിയുള്ള കാട്ടിൽ ഷേർസിംഗ് നന്നായി വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഗുഹയുടെ വെളിയിൽ നിന്നും ആട് അലയ്ക്കുന്ന ശബ്ദം അപ്പോൾ കേട്ടു. കാടിന്റെ രാജാവേ, വെളിയിൽ വാ, ഞാനൊരു ചാലഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ആട് സിംഹത്തിന് ചലഞ്ച് കൊടുക്കുന്നു. ഇത് കേട്ട ദേഷ്യത്തോടെ ഷേർസിംഗ് ഗുഹയ്ക്ക് വെളിയിലേക്ക് വന്നു. ഷേർസിംഗിന്റെ ഗുഹയ്ക്ക് മുൻപിൽ വന്ന് വെല്ലുവിളിക്കാൻ മാത്രമായോ ആടേ? അറിയാം, നിങ്ങൾ എന്നെ കൊല്ലുമായിരിക്കും, അല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യാനാണ്? വേഗം പറ, നീ എന്തിനാ ഇവിടെ വന്നത്? നിങ്ങൾ ഇവിടത്തെ രാജാവാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തും ചെയ്യാം, നീ വേഗം പറ, ഞാൻ എന്ത് ചെയ്യണം? എന്നെ പോലെ അലറാൻ പറ്റുമോ? ദാ ഇങ്ങനെ. ആ ആട് ഗുഹയ്ക്ക് മുൻപിൽ വന്ന് ഗർജിക്കുന്ന സിംഹത്തിനെ കൊണ്ട് ആടിനെ പോലെ കരയിച്ചു. സിംഹം ആടിനെ പോലെ കരയുന്നത് കേട്ട് കളിയാക്കിക്കൊണ്ട് ആട് പറഞ്ഞു, കണ്ടോ, ഞാനൊരു സിംഹത്തിനെ ആടാക്കി മാറ്റി. ഞാനൊരു സിംഹത്തിനെ ആടാക്കി. ഇത് കേട്ട് ദേഷ്യം വന്ന ഷേർസിംഗ് ചമേലിയെ കൊല്ലാനായി അവളുടെ പുറകെ ഓടി. പക്ഷേ ആടോ വേഗത്തിലോടി അവിടെ നിന്നും രക്ഷപ്പെട്ടു. എല്ലാ കാട്ടിലെ മൃഗങ്ങളും ആടിന്റെ ഈ കുസൃതിയിൽ വിഷമിച്ചിരുന്നു. ഒരു ദിവസം ബാലുക്കരടി തേനെടുക്കാനായി പോവുകയായിരുന്നു. അപ്പോൾ ചമേലി അവനെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ബാലുച്ചേട്ടാ, ബാലുച്ചേട്ടാ, നിങ്ങളുടെ ജീവൻ ആപത്താണ്. ആപത്തോ? ആര് കാരണം? ആ പാറയ്ക്ക് പുറകിൽ ഒരു ചെന്നായ നിങ്ങളെയും കാത്തിരിക്കുകയാ. എപ്പോൾ താങ്കൾ അവിടേക്ക് പോകുന്നോ, അവൻ നിങ്ങളെയും കൊന്ന് ഈ തേനെല്ലാം എടുക്കും. അതെങ്ങനെ സംഭവിക്കും? ചെന്നായ്ക്കൾ എന്റെ ഫ്രണ്ട്സ് ആണല്ലോ. ചെന്നായ്ക്കളെല്ലാം ചതിയന്മാരാ, എപ്പോൾ വേണമെങ്കിലും ചതിക്കും. നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഒന്നവിടെ പോയി നോക്ക്. ഞാൻ ഇപ്പോൾ തന്നെ പോയി നോക്കാം. നിങ്ങൾ ധൈര്യശാലി തന്നെ ബാലുച്ചേട്ടാ. ചെന്നായ്ക്കൾ തേനെടുക്കാനാ വന്നത്, അതുകൊണ്ട് ഈ തേൻ ഞാൻ സൂക്ഷിച്ചോളാം. അയ്യോ, അതെ, ഞാനതങ്ങ് മറന്നുപോയി. ബാലു ചമേലിയെ തേൻ സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് അവിടെ നിന്നും പോയി. എന്തായാലും പണിയേറ്റു. ഇനി ഇത് കാണിച്ച് എല്ലാവരെയും പൊട്ടന്മാരാക്കാം. കള്ളിയായ ആട് ബാലുവിനെ മണ്ടനാക്കി ആ തേനിന്റെ കൂടും എടുത്തുകൊണ്ടുപോയി. കരടി പാറയുടെ പുറകിൽ പോയി നോക്കിയപ്പോൾ എന്നാൽ അവിടെ ആരെയും കാണുന്നില്ല. അയ്യോ, ഇവിടെ ആരുമില്ലല്ലോ. എപ്പോൾ ബാലു ചമേലിയുടെ അടുത്ത് വന്ന് നോക്കിയോ, ചമേലിയെയും അവിടെ കാണുന്നില്ല. ആ ചമേലി എന്നെ മണ്ടനാക്കി എന്റെ തേനും എടുത്തുകൊണ്ട് പോയി. ഞാൻ അവളെ വെറുതെ വിടില്ല. കള്ളിയായ ആട് കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും മണ്ടന്മാരാക്കിക്കൊണ്ടിരുന്നു. ഇതുകാരണം എല്ലാ മൃഗങ്ങളും ആടിനെ കുറിച്ചുള്ള പരാതിയുമായി ഷേർസിംഗിന്റെ അടുത്തേക്ക് പോയി. രാജാവേ, ഈ ആടിനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. അവൾ എല്ലാവരുടെയും കണ്ണിൽ വിരലിട്ട് കളിക്കുക. അതേ രാജാവേ, എന്നെ മണ്ടനാക്കി അവൾ എന്റെ തേനും എടുത്തുകൊണ്ട് പോയി. നിനക്ക് തേനിന്റെ കൂടലേ പോയുള്ളൂ. അവളെ എന്റെ കുഞ്ഞിനെയും എടുത്തോണ്ട് ഓടിയത്. ഞാൻ പിന്നെ അടിയിട്ട എന്റെ കുഞ്ഞിനെയും കൊണ്ട് തിരിച്ചു വന്നത്. അവനൊരു ആടാണെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അവനെ എടുത്തുകൊണ്ട് പോയാൽ ഞാനെന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യൂ രാജാവേ, ആടിനെ കൊണ്ട് ഞങ്ങൾ തോറ്റു. അവൾ എന്നെയും ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. ഇവളെ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. എന്താ, ഞാനൊന്ന് ഉപദേശിച്ചു നോക്കട്ടെ? ആഹാ, എന്തുകൊണ്ടില്ല, മുള്ളിനെ മുള്ളുകൊണ്ടേ എടുക്കാൻ പറ്റൂ. അതുപോലെ ഒരു ആടിനെ മറ്റൊരു ആടിനെ പറഞ്ഞു മനസ്സിലാക്കാനും പറ്റൂ. രാജാവേ, ആ കറുത്ത കൊന്നിന്റെ അടുത്തൊരു മായാജാല ഗുഹയുണ്ട്. താങ്കൾ ഒരിക്കൽ പോയി ആ ഗുഹയുടെ വാതിൽ തൊട്ടിട്ട് വരൂ. എന്നിട്ട് നോക്കൂ, ഈ ആടെന്നല്ല ഒരു പ്രാണിയും നിങ്ങളുടെ മുൻപിൽ ധൈര്യത്തോടെ വന്ന് നിൽക്കില്ല. അങ്ങനെ ആ ഗുഹയിൽ എന്താണുള്ളത്? അത് തൊട്ടുകഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കാൻ? ഇതറിയാനായി നിങ്ങൾ അവിടെ പോയി ഗുഹയുടെ വാതിലൊന്ന് തൊടണം. ശരി, എന്നെങ്കിലും ഞാൻ ഒരിക്കൽ അവിടേക്ക് പോകാം. അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നു. ഒരിക്കൽ രാവിലെ ബിന്ദുവാട് ഷേർസിംഗിനെ കണ്ടു. രാജാവേ, നിങ്ങൾ ഇതുവരെ ആ ഗുഹയുടെ വാതിൽ തൊട്ടില്ലല്ലോ അല്ലേ? ഇല്ല. ഒരിക്കൽ ആ ഗുഹയുടെ വാതിൽ തൊട്ടിട്ട് വരൂ, പിന്നെ നോക്കൂ മായാജാലം. ബിന്ദു വീണ്ടും വീണ്ടും ഷേർസിംഗിനോട് ആ ഗുഹയുടെ വാതിൽ പോയി തൊടാനായി പറഞ്ഞു. പക്ഷെ എന്തോ കാരണം കൊണ്ട് ഷേർസിംഗ് അവിടേക്ക് പോകാൻ ഒരുങ്ങിയില്ല. ഇവിടെ ചമേലിയുടെ കുസൃതി കുറയുന്നതായും കാണുന്നില്ല. രംഗ, അവിടെ നോക്ക്, നിന്റെ പെങ്ങൾ വരുന്നു. പെങ്ങളൊക്കെ നിന്റെ, ചമേലി എന്റെ സ്വപ്നത്തിലെ റാണിയാണ്. ഇന്നത് തീരുമാനിക്കണം, ചമേലി ആരുടെ പെങ്ങളാണ്, ആരുടെ ഭാര്യയാണെന്ന്. എപ്പോൾ ചമേലി അവരുടെ അടുത്തേക്ക് വന്നു, അപ്പോൾ ചെന്നായ പറഞ്ഞു, നിൽക്ക ചമേലി, ഇന്ന് നീ പറയണം, നീ എന്തുകൊണ്ടാണ് എന്റെ സ്വപ്നത്തിലെ റാണിയാകാത്തത്? പിന്നെ ഇതും പറയണം, നിനക്കെന്റെ റാണിയാകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. ചീറിപ്പാഞ്ഞു നിൽക്കുന്ന ചെന്നായെ കണ്ട് ചമേലി പറഞ്ഞു, ഞാൻ നിങ്ങളെ രണ്ടുപേരെയും ഓർക്കാറുണ്ട്. പക്ഷേ രണ്ടുപേരെയും കല്യാണം കഴിക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾ തന്നെ തീരുമാനിക്ക്, ഞാൻ ആരുടെ റാണിയാണെന്ന്. എന്നാൽ അതെങ്ങനെ ഞങ്ങൾ തീരുമാനിക്കും? അതും ഇനി ഞാൻ തന്നെ പറഞ്ഞു തരണോ? കുസൃതിയായ ആട്
രണ്ട് ചെന്നായ്ക്കളോടും അടി വെച്ച് തീരുമാനിക്കാൻ പറഞ്ഞു. നോക്ക്, നിങ്ങൾ രണ്ടുപേരും അടിയുണ്ടാക്ക്. ആര് ജയിക്കുന്നോ ഞാൻ അവരുടെ റാണിയാകും. ചമേലി പറയുന്നത് കേട്ട് രംഗയും ബില്ലയും തമ്മിൽ അടിയുണ്ടാക്കാൻ തുടങ്ങി. രണ്ടു ചെന്നായ്ക്കളും പരസ്പരം അടിച്ചു കൊല്ലേണ്ട അവസ്ഥയായി. ആടും അവരെ തമ്മിൽ തല്ലിച്ച് അവിടെ നിന്നും പോയി. കുറച്ചുനേരം തല്ലുണ്ടാക്കിയ ശേഷം രണ്ടു ചെന്നായ്ക്കൾക്കും ഒരുപാട് പരിക്കേറ്റു. എടാ രംഗ, ആർക്കു വേണ്ടിയാണോ നമ്മൾ തല്ലുണ്ടാക്കുന്നത്? അവളെവിടെ? എനിക്ക് തോന്നുന്നു അവൾ നമ്മളെ മണ്ടനാക്കിയിട്ട് പോയെന്നാ. ഞാൻ അവളെ വെറുതെ വിടില്ല. ചമേലിയുടെ ഈ കുസൃതി പരിപാടികളെല്ലാം അപ്പോഴും നടന്നുകൊണ്ടേയിരുന്നു. ഒരിക്കൽ എല്ലാ ജീവികളും ഷേർ സിംഗിനെ കാണാനായി ഷേർ സിംഗിന്റെ അടുത്തേക്ക് വന്നു. രാജാവ്, ചമേലി എല്ലാവരെയും കഴുതകളാക്കുക. താങ്കൾ എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനുവാദം നൽകൂ. എനിക്ക് വേട്ടയാടാൻ അനുമതി കിട്ടിയാൽ ഇന്നവളെ റാണിയല്ല, ബിരിയാണിയാക്കും ഞാൻ. അപ്പോൾ അവസരം കിട്ടിയ ബിന്ദുവാട് പിന്നെയും ഒരിക്കൽ കൂടി ഷേർ സിംഗിനോട് ഒരിക്കൽ കൂടി പോയി വാതിൽ തൊടാൻ പറഞ്ഞു. രാജാവേ, താങ്കൾ ഒരിക്കൽ കൂടി എന്റെ വാക്കൊന്ന് കേട്ട് ആ മാന്ത്രിക ഗുഹയിൽ പോയി തൊട്ടിട്ട് വരൂ. എന്നിട്ട് നിങ്ങൾ കാണൂ. ശരി, ഞാൻ നാളെ തന്നെ ആ ഗുഹയുടെ വാതിലിൽ തൊടാം. അങ്ങനെ നാളെ ഷേർ സിംഗ് ആ ഗുഹയുടെ വാതിൽ പോയി തൊടാൻ തീരുമാനിച്ചു. ഇക്കാര്യം കാട്ടിൽ കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു. നാളെ ഷേർ സിംഗ് ആ വാതിലിൽ തൊട്ടു കഴിഞ്ഞാൽ മരിച്ചു പോകും. ആ ഗുഹ മാന്ത്രികമല്ല, ശാപം കിട്ടിയ ഗുഹയാ. ആ, ഷേർ സിംഗ് ചത്തു കഴിയുമ്പോൾ ഞാൻ കാട്ടിലെ രാജാവാകും, പിന്നെ നീ കാട്ടിലെ റാണിയും. അതിന്റെ അർത്ഥം ഇവർക്ക് രണ്ടുപേർക്കും ഷേർ സിംഗിനെ കൊല്ലണം. ഷേർ സിംഗിനെ രക്ഷിക്കാനായി ചമേലി ആ പാതിരാത്രിയിൽ അവിടെ ഷേർ സിംഗിന്റെ ഗുഹയിൽ എത്തിച്ചേർന്നു. ഈ രാത്രിയിൽ നീ എന്തിനാ ഇവിടെ വന്നത്? താങ്കളുടെ ജീവൻ രക്ഷിക്കാൻ രാജാവേ. ഇതെന്ത് കള്ളമാണ്? ഇത് കള്ളമല്ല, സത്യമായ കാര്യമാ. താങ്കളുടെ ജീവന് ആപത്താണ്. ഇന്ന് നിന്റെ വലയിൽ ഞാൻ വീഴില്ല. രാജാവേ, ആ ഗുഹ ശപിക്കപ്പെട്ടതാ. അവിടെ താങ്കൾ പോകരുത്. അതെയോ? അത് കൊള്ളാമല്ലോ. നീ എന്നെ പോകുന്നത് തടയാൻ വന്നതാണോ? എന്നാൽ നീ മറന്നുപോയി. ഞാൻ അവിടേക്ക് പോവുക തന്നെ ചെയ്യും. രാജാവേ, ആ ഗുഹ ശപിക്കപ്പെട്ടതാ. അതുപോയി തൊട്ടാൽ താങ്കളുടെ എല്ലാ ശക്തിയും നശിച്ചു പോകും. താങ്കൾക്ക് മരണവും സംഭവിക്കും. അങ്ങനെ ഞാൻ മരിച്ചു കഴിയുമ്പോൾ ബിന്ദു കാട്ടിലെ റാണിയാകും അല്ലേ? ഹാ, ഇത്തവണ നിനക്കെന്നെ കബളിപ്പിക്കാൻ പറ്റില്ല. നീ കള്ളിയാണ്, എനിക്കത് നന്നായി അറിയാം. ഞാൻ കള്ളിയാണ്, പക്ഷെ വിഡ്ഢിയല്ല. ഞാൻ ഈ പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ എന്നെ കൊന്നു തിന്നോളൂ. ചമേലി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഷേർ സിംഗിന് എന്തോ വിശ്വാസം വന്നു. നീ പറയുന്നത് ശരിയാണെങ്കിൽ നാളെ രാവിലെ ഞാൻ പറയുന്നത് പോലെ ചെയ്യ്. അടുത്ത ദിവസം എല്ലാ മൃഗങ്ങളും ഷേർ സിംഗിന്റെ സഭയിൽ വന്നു. കൂട്ടരെ, കുറച്ചു നേരത്തിനുള്ളിൽ ഞാൻ ആ മാന്ത്രിക വാതിലിൽ പോയി തൊട്ടിട്ട് വരും. അതിൽ തൊടുമ്പോൾ തന്നെ താങ്കളുടെ ഉള്ളിൽ മാന്ത്രിക ശക്തി വരുന്നതാണ്. ആര് കള്ളം പറയുന്നു, ആര് സത്യം പറയുന്നു, ഇത് നിഷ്പ്രയാസം മനസ്സിലാക്കാം. കള്ളം പറയുന്നവരെ ഞാൻ ഉറപ്പായും ശിക്ഷിക്കും. കൃത്യം ആ സമയത്ത് ചമേലിയാട് സഭയിലേക്ക് വന്നു. സമാധാനപ്പെടൂ ഷേർ സിംഗ്, ഞാൻ നിനക്ക് ചാലഞ്ച് തരികയാ. ചമേലിയുടെ ഈ രൂപം കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു. ഇന്ന് ആ ആട് ചാവുമെന്നാ തോന്നുന്നത്. ഇന്ന് ഷേർ സിംഗ് അവളെ പിച്ച് ചീന്തും. ആരോട് സംസാരിക്കുന്നതെന്ന് അറിയാമോ? എനിക്ക് നന്നായി അറിയാം, പക്ഷെ നിനക്കറിയില്ല നീ കാട്ടിലെ വരാൻ പോകുന്ന റാണിയോടാണ് സംസാരിക്കുന്നതെന്ന്. കാട്ടിലെ റാണിയാവാൻ പോകുന്നവളോ? ഹാ, ഷേർ സിംഗിന് മുൻപേ ഞാൻ ആ ഗുഹയുടെ വാതിൽ പോയി തൊട്ടിരുന്നു. ഗുഹയുടെ മാന്ത്രിക ശക്തി ഇപ്പോൾ എന്റെ ഉള്ളിലുമുണ്ട്. ഷേർ സിംഗിനെ യുദ്ധത്തിൽ എനിക്ക് എളുപ്പത്തിൽ തോൽപ്പിക്കാം. എന്നാൽ നീ എന്നെ തോൽപ്പിച്ചില്ലെങ്കിലോ? നിങ്ങൾക്ക് എന്നെ കൊന്നു തിന്നാവുന്നതാണ്. പക്ഷെ ഞാൻ ജയിച്ചാൽ നാളെ തന്നെ സിംഹാസനം ഒഴിഞ്ഞ് അടുത്ത കാട്ടിൽ പോകണം. എനിക്ക് നിന്റെ വെല്ലുവിളിയോട് സമ്മതമാണ്. പ്ലാൻ അനുസരിച്ച് ഷേർ സിംഗ് ചമേലിക്ക് തോറ്റുകൊടുത്തു. ഞാൻ എന്റെ പരാജയം സ്വീകരിക്കാം. നാളെ തന്നെ ഞാൻ ഈ കാട് വിട്ട് പൊയ്ക്കോളാം. ഹാ, നാളെ നീ പോകുമ്പോൾ ഞാൻ ഈ കാടിന്റെ റാണിയാകും. രാവിലെ തന്നെ എന്റെ പട്ടാഭിഷേകം നടക്കും. ഇന്ന് ചമേലി ഷേർ സിംഗിനെ തോൽപ്പിച്ചു. നാളെ ചമേലി കാടിന്റെ റാണിയാകുന്നു. പക്ഷേ ഒരാടെങ്ങനെ ഷേർ സിംഗിനെ പരാജയപ്പെടുത്തി? നമ്മൾ കേട്ടത് ആ ഗുഹ ശപിക്കപ്പെട്ടതാണെന്ന്. അത് തൊട്ടു കഴിഞ്ഞാൽ മരിച്ചു പോകുമെന്നാണ്. എന്നാൽ ആ ഗുഹ മാന്ത്രികം തന്നെ. മാന്ത്രികം തന്നെ എന്നോ? എന്ന് വെച്ചാൽ? ഷേർ സിംഗിന് മുൻപ് ചമേലി ഗുഹയിൽ പോയി തൊട്ടു. അവൾ ശക്തിശാലിയായി. അവൾ ഷേർ സിംഗിനെ യുദ്ധത്തിൽ തോൽപ്പിച്ചു. എന്നിട്ട് നാളെ കാട്ടിലെ റാണിയാകാൻ പോകുന്നു. നാളെ അവൾ റാണിയാകുന്നത് തടയണം. അവളെ തടയാനായി നമ്മൾ ആ ഗുഹയുടെ വാതിൽ തൊട്ട് മാന്ത്രിക ശക്തി നമുക്കും വരുത്തണം. വാ, ഇപ്പോൾ തന്നെ ഗുഹയുടെ അടുത്തേക്ക് പോകാം. ആ മാന്ത്രിക ശക്തി വരുത്തുന്നതിനായി ബിന്ദുവും മുട്ടനാടും ഗുഹയ്ക്ക് നേരെ നടന്നുപോയി. കുറച്ചു നേരത്തിനുള്ളിൽ ബിന്ദുവും മുട്ടനാടും ഗുഹയുടെ വാതിലിനു മുൻപിൽ വന്നു. ഈ മാന്ത്രിക വാതിൽ തൊട്ട് ഞാൻ ശക്തിശാലിയാകാൻ പോകുന്നു.
ഇന്ന് രാത്രി തന്നെ ആ ചമേലിയെയും കൊന്നുകളയണം. ആ നാളെ ഷേർസിംഗിനെയും കൊന്ന് ഞാൻ രാജാവും ആകും, നീ റാണിയുമാകും. അങ്ങനെ ബിന്ദുവാട് ഗുഹയുടെ വാതിലിൽ തൊട്ടു. പെട്ടെന്ന് ഷേർസിംഗും ചമേലിയും അവരുടെ മുൻപിലേക്ക് വന്നു. ഞാൻ പറഞ്ഞതല്ലേ രാജാവേ, ഇവർ താങ്കളെ കൊല്ലാൻ ശ്രമിച്ചതായിരുന്നു. ആ എന്നാൽ നിന്റെ ബുദ്ധി കാരണം ഞാനിന്ന് രക്ഷപ്പെട്ടു. ഇവരുടെ യഥാർത്ഥ രൂപം തെളിയിച്ചു. എന്താ, നിങ്ങൾക്കിത് അറിയാമായിരുന്നോ? ഹാ, നിന്നെ പിടിയിലാക്കാൻ ഞങ്ങൾ നാടകം കളിച്ചതാണ്. ഞാൻ അഭിനയിച്ചു. ആടിന്റെ കയ്യിൽ നിന്നും പരാജിതനാകുന്നതായി നിന്റെ യഥാർത്ഥ രൂപം വെളിയിൽ വരാൻ. റാണിയാകാനുള്ള അത്യാഗ്രഹത്തിൽ ഞാൻ നമ്മുടെ രാജ്യസ്നേഹം മറന്നുപോയി രാജാവേ, എന്നോട് ക്ഷമിക്കൂ. ആ ആ ഇത്രയും പറഞ്ഞ് ബിന്ദു മരിച്ചുപോയി. കൂട്ടരെ, എന്നെ കൊല്ലാൻ പദ്ധതിയിട്ട ബിന്ദു മരിച്ചുപോയി. എന്നാൽ അവളുടെ ഭർത്താവ് ഇപ്പോഴുമുണ്ട്. ഞാൻ അവനെ ഈ ദേശത്തു നിന്നും പുറത്താക്കുന്നു. ശിക്ഷ ലഭിച്ച മുട്ടനാട് കാട്ടിൽ നിന്നും പോയി. ഏത് ചമേലിയാണോ കാടിനെ കവളിപ്പിച്ച് ഇത്രയും നാളും ബുദ്ധിമുട്ടിച്ചത്, അവൾ എന്റെ ജീവൻ രക്ഷിച്ചു. അതുകൊണ്ട് ചമേലിയെ ഞാൻ ഈ കാടിന്റെ മഹാമന്ത്രിയാക്കാൻ പോകുന്നു. ഇത് കേട്ട് എല്ലാവരും സന്തോഷിച്ചു. അതിനുശേഷം ചമേലി കുസൃതികൾ ചെയ്യുന്നത് നിർത്തി. ഇപ്പോൾ അവൾ മഹാമന്ത്രിയായി സത്യസന്ധതയോടെ ഷേർസിംഗിന്റെ ഒപ്പം നിന്നു. റാംപൂരിലെ വനങ്ങളുടെ രാജാവ് വളരെ ന്യായശാലിയും ശക്തിശാലിയുമായിരുന്നു. അദ്ദേഹത്തിന്റെ രാജ്യത്തിൽ എല്ലാവരും വളരെ സന്തോഷമായി ജീവിച്ചിരുന്നു. പക്ഷെ കുറച്ചു ദിവസങ്ങളായി വനത്തിൽ എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് എല്ലാവരും രാജാവിനെ കാണാൻ ചിന്താധീനരായി വന്നിരുന്നു. മഹാരാജാവേ, ദിനം പ്രതി എല്ലാ പ്രാണികളുടെയും ശക്തി കുറഞ്ഞു വരാണ്. എന്തെങ്കിലും ചെയ്യൂ, അല്ലെങ്കിൽ എല്ലാ പ്രാണികളും ശക്തിഹീനമാവും. പക്ഷേ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ കേട്ടു, ഒരു കറുത്ത ഗുഹയിൽ നിന്നും ശക്തി പുറത്തു വരുന്നു. അത് എല്ലാവരുടെയും ശക്തി നശിപ്പിക്കുന്നു. ഇതിനർത്ഥം നമ്മൾ കറുത്ത ഗുഹയിലേക്ക് പോയി എന്റെ വനവാസികളുടെ ശക്തിയെ നശിപ്പിക്കുന്ന ഈ ശക്തി എന്താണെന്ന് കണ്ടെത്തേണ്ടി വരുമെന്നാണ്. അടുത്ത ദിവസം രാവിലെ തന്നെ എല്ലാ മൃഗങ്ങളും ഗുഹയിലേക്ക് ചെന്നു. കുറച്ചു സമയത്തിനകം എല്ലാവരും കറുത്ത ഗുഹയിൽ എത്തിച്ചേർന്നു. ഇതൊരു വിചിത്രമായ സ്ഥലമാണ്. ഇവിടെ എല്ലായിടത്തും ചിത്രങ്ങളുണ്ട്. ഈ ചിത്രം നമ്മോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നു. നമുക്ക് ചിന്തിക്കേണ്ടി വരും, ഈ ചിത്രം എന്താ പറയാൻ ഉദ്ദേശിക്കുന്നത്. കുറുക്ക, നീയാണ് ഏറ്റവും ബുദ്ധിമാൻ. ഈ ചിത്രം എന്താണ് നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്നത്? എല്ലാ ചിത്രങ്ങളെയും നന്നായി നോക്കിയതിനു ശേഷം പുള്ളിപ്പുലി പറഞ്ഞു, മഹാരാജാവേ, ഒരു ചിത്രത്തിൽ ബാബായുടെ കയ്യിൽ മാന്ത്രിക കല്ലുണ്ട്. അതായത് ഈ മാന്ത്രിക കല്ല് കയ്യിലുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും ശരിയാകും. ഈ കല്ല് ഒരു മോശം വ്യക്തിയുടെ കയ്യിലാണെങ്കിൽ എല്ലാം മോശമാകാൻ സാധ്യതയുണ്ട്. എല്ലാം ശരിയാണ് മഹാരാജാവേ. പക്ഷേ ഈ കല്ല് ഇവിടെ തന്നെ കിടക്കുന്നു. ഇപ്പോൾ അത് ആരുടെയും നല്ല കൈകളിലോ ചീത്ത കൈകളിലോ അല്ല. അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. എല്ലാവരും ചിന്താധീനരായി. ആർക്കും ഒന്നും തന്നെ മനസ്സിലായില്ല. എല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. രാത്രിയിൽ സിംഹം ഉറങ്ങുകയായിരുന്നു. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. എനിക്ക് അറിയാം ഷേർ സിംഗ്, നീ കറുത്ത കല്ലിന്റെ കറുത്ത ശക്തി എന്നാൽ വിഷമത്തിലാണ്. ഹേയ്, ഗുഹയിലെ ചിത്രത്തിലുള്ള അതേ ബാബയല്ലേ നിങ്ങൾ? അതെ, ഞാൻ അതേ സന്യാസിയാണ്. ബാബ, ഒന്ന് പറയൂ, ആ ഗുഹയിലെ കല്ല് എന്തിനാണ് നമ്മുടെ ശക്തി കവർന്നെടുക്കുന്നത്? അത് പറയാൻ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പിന്നെ ബാബ പറഞ്ഞു, ഗുഹയിൽ നീ കണ്ട കല്ല്, അതിനെ ആരോ തെറ്റായ ഉദ്ദേശം കൊണ്ട് തൊട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉത്ഭവിക്കുന്നത്. ബാബ, ദുഷ്ടശക്തികളെ ഒഴിവാക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഈ ഭീകരശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ കാട്ടിലെ ഏറ്റവും പവിത്രമായ പ്രാണിയെ തിരഞ്ഞെടുക്കൂ. പാപിയല്ലാത്ത പ്രാണി. പിന്നെ ആ പ്രാണി ആ കല്ലിനെ തൊട്ടാൽ ഈ കാട്ടിൽ നിന്നും ഭീകരശക്തികൾ ഒഴിവാകും. അപ്പോൾ ഈ കാടിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. നന്ദിയുണ്ട് ബാബ. ദീർഘായു ഭവ. കണ്ണു തുറന്നതും സിംഹം ചിന്തിക്കാൻ തുടങ്ങി. ഒരു പാപവും ചെയ്യാത്ത ജീവിയെ എനിക്ക് എവിടെ കണ്ടെത്താനാകും? പിറ്റേ ദിവസം സിംഹരാജാവ് എല്ലാരെയും വിളിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ആ ഗുഹയ്ക്കുള്ള ചിത്രത്തിലെ ബാബ എന്റെ സ്വപ്നത്തിൽ വന്നു. അദ്ദേഹം പറഞ്ഞു, ഈ ഭീകരശക്തിയിൽ നിന്നും രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ. ഈ കാട്ടിലെ ഏറ്റവും പവിത്രമായ പ്രാണിയെ തിരഞ്ഞെടുക്കൂ. പാപിയല്ലാത്ത പ്രാണി. ആ പ്രാണി ആ കല്ലിനെ തൊട്ടാൽ ഈ കാട്ടിൽ നിന്നും ഭീകരശക്തികൾ ഒഴിവാകും. അപ്പോൾ ഈ കാടിന്റെ പ്രശ്നങ്ങളെല്ലാം തീരും. മഹാരാജാവേ, ഒരു പാപവും ചെയ്യാത്ത പ്രാണി നമുക്ക് എവിടെ കിട്ടും?
അതുകൊണ്ടാണ് ഞാൻ ഈ സഭ വിളിച്ചത്. നാം എല്ലാവരും ഒരുമിച്ച് അത്തരമൊരു വിശുദ്ധ ജീവിയെ കണ്ടെത്തണം. സിംഹരാജാവ് നിഷ്പാപികളായ എല്ലാ പ്രാണികളെയും തേടാനുള്ള ആജ്ഞ കൊടുത്തു. എല്ലാവരും പവിത്രരായ പ്രാണികളെ തേടാൻ തുടങ്ങി. നീ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടോ? എന്തായാലും നമ്മൾ പാപികളാണ്. നമ്മൾ എല്ലാ ദിവസവും ഒരാളെ കൊന്ന് തിന്നാറുണ്ട്. പക്ഷെ നീ ഒരു പാപിയല്ല, അല്ലേ? ഞാനും പാപിയാണ്. ഞാൻ കടുവയെ സ്നേഹിക്കുന്നതായി നടിച്ച് അവനെ വഞ്ചിച്ചു. ഒരാളുടെ ഹൃദയം തകർക്കുന്നത് ഏറ്റവും വലിയ പാപമാണ്. എല്ലാവരും അവരവരുടെ രീതിയിൽ നിഷ്പാപികളായ പ്രാണികളെ തേടാൻ തുടങ്ങി. പക്ഷെ ആർക്കും അങ്ങനെയൊരു മൃഗത്തിനെ കണ്ടതേയില്ല. പാപങ്ങളൊന്നും ചെയ്യാത്ത ഒരു വിശുദ്ധ ജീവിയെ കണ്ടെത്തിയോ ആരെങ്കിലും? ഇല്ല മഹാരാജാവേ. നോക്കൂ, സസ്യഹാരികളായ മൃഗങ്ങൾ വേട്ടയാടാറില്ല. മാൻ പാപം ചെയ്തിട്ടില്ലായിരിക്കാം. മാനാണ് ഏറ്റവും വലിയ പാപി മഹാരാജ്. അവൾ ഒരു പുള്ളിപ്പുള്ളിയെ പ്രണയിച്ചുകൊണ്ട് അവനെ വഞ്ചിച്ചു. പിന്നെ അവളുടെ ഭർത്താവ് മാൻ. വിവാഹത്തിന് മുമ്പ് പെൺമാൻ പുള്ളിപ്പുലിയുമായി ബന്ധമുണ്ടെന്ന് മാൻ കണ്ടെത്തി. അതിനാൽ അവൻ പെൺമാനിനെ അടിച്ച് വിവാഹമോചനം നേടി. അങ്ങനെ അവനും പാപിയായി. മഹാരാജാവ് സൂത്രശാലിയായ ചെന്നായോട് ചോദിക്കുന്നു, കുറുക്ക, ബുദ്ധിശക്തിയുടെ കാര്യത്തിൽ നീയാണ് ഏറ്റവും മികച്ചത്. ഞങ്ങളെ സഹായിക്കാമോ? എന്നോട് ക്ഷമിക്കൂ മഹാരാജാവേ. എനിക്കറിയില്ല ഈ കാടിന് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്. എല്ലാവരും നിരാശരായി അവരവരുടെ വീട്ടിലേക്ക് തിരിഞ്ഞുപോകും. രാത്രിയിൽ ഉറങ്ങുന്ന സമയത്ത് സിംഹരാജാവിന്റെ സ്വപ്നത്തിൽ വീണ്ടും ബാബ പ്രത്യക്ഷപ്പെട്ടു. ബാബ, നിങ്ങളോ? പവിത്ര പ്രാണിയെ തെരഞ്ഞെടുത്തെങ്കിൽ എല്ലാ സൃഷ്ടികളും പാപികളാണ്. നീ ദയവായി താങ്കൾ തന്നെ ഏതെങ്കിലും സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞ് ഞങ്ങളെ സഹായിക്കൂ. കാട്ടിന്റെ കരയിൽ ചമേലി എന്ന ആട് താമസിക്കുന്നു. അവിടെ ഒരു പാപം ചെയ്തിട്ടില്ല. ഞാൻ നാളെ തന്നെ ചമേലിയെ കാണാൻ പോകും. കല്യാണഭവ. അടുത്ത ദിവസം രാജാവ് വീണ്ടും സഭ വിളിച്ചു. സുഹൃത്തുക്കളെ, ഇന്നലെ രാത്രി ബാബ എന്റെ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു, കാടിന്റെ അതിർത്തിയിൽ ഒരു പാപവും ചെയ്തിട്ടില്ലാത്ത ചമേലി എന്നൊരു ആട് താമസിക്കുന്നുണ്ടെന്ന്. നമുക്ക് ശീഘ്രം ആ ആടിനെ കാണേണ്ടി വരും മഹാരാജാവേ. ഇന്ന് വൈകുന്നേരം നമ്മൾ എല്ലാവരും ഒരുമിച്ച് ചമേലിയെ കാണാൻ പോകും. വൈകുന്നേരമായപ്പോൾ എല്ലാ മൃഗങ്ങളും ചമേലിയെ കാണാനായി അതിർത്തിയിലേക്ക് പോയി. കുറച്ചു ദൂരം നടന്നപ്പോൾ അവർ ചമേലിയെ കണ്ടുമുട്ടി. എല്ലാവരും അവളുടെ അടുത്തേക്ക് പോയി. ആ, നിന്റെ പേര് ചമേലി എന്നാണോ? ആ, പക്ഷെ നിങ്ങളെല്ലാരും ആരാണ്? ഇവിടെ എന്തിനാണ് വന്നിരിക്കുന്നത്? എന്റെ പേര് ഷേർസിംഗ് എന്നാണ്. ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. സിംഹരാജാവ് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ചമേലിയോട് സഹായത്തിന് അഭ്യർത്ഥിച്ചു. ഈ കല്ലിനെ ഞാൻ സ്പർശിക്കുന്നത് കൊണ്ട് അങ്ങയുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെങ്കിൽ ഞാൻ തീർച്ചയായും അങ്ങയോടൊപ്പം വരാം. പിന്നെ സിംഹരാജാവ് ചമേലിയും കൂട്ടിക്കൊണ്ട് ഗുഹയുടെ അടുത്തേക്ക് പോയി. കുറച്ചു നേരത്തിന് ശേഷം എല്ലാവരും ഗുഹയിൽ എത്തിച്ചേർന്നു. പറയൂ മഹാരാജ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ആ കല്ലിൽ തൊടണം. ആ കല്ലിൽ തൊടുമ്പോഴേ ഞങ്ങളുടെ ശക്തി തിരിച്ചു വരും. ചമേലിയാട് ആ കല്ലിനെ സ്പർശിക്കുന്നു. എന്നിട്ടും കാട്ടുജീവികളുടെ ശക്തി തിരിച്ചു വന്നില്ല. ഞാൻ ഇപ്പോഴും ശക്തിഹീനൻ തന്നെയാണ്. എന്റെ ശക്തി ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇനി എന്ത് ചെയ്യും മഹാരാജാവേ? അറിയില്ല. എല്ലാവരും നിരാശരായി കാട്ടിലേക്ക് തിരിച്ചു വന്നു. ബാബ പറഞ്ഞതുപോലെ ഞങ്ങൾ ചെയ്തു. എന്നിട്ടും ശക്തി തിരിച്ചു വന്നില്ല. ഇനി എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. അപ്പോഴാണ് കുഞ്ഞിമേൽ അവിടെ എത്തിച്ചേരുന്നത്. മഹാരാജാവേ, എനിക്ക് നിങ്ങളോട് എന്തോ പറയാനുണ്ട്. പറയൂ. മഹാരാജാവ്, അന്ന് കൊണ്ടുപോയ ആട് അത് ശരിക്കുള്ള ആടല്ല. എന്ത്? ഞാൻ ഭക്ഷണം തെരഞ്ഞ കരടിയുടെ വീടിന്റെ അടുത്ത് കൂടെ പോകുമ്പോ അപ്പോ ഞാൻ കണ്ടത്. കണ്ടോ, ഞാനിന്ന് നിന്റെ രൂപം ധരിച്ച ഈ സിംഹരാജാവിന്റെ കൂടെ എല്ലാ മൃഗങ്ങളെയും ബുദ്ധുക്കളാക്കി. പക്ഷെ നീ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ കാട്ടിലെ രാജാവാകാൻ ആഗ്രഹിക്കുന്നു. നീ ആ കല്ലിന് തൊട്ടെങ്കിൽ അപ്പൊ എല്ലാവരുടെയും ശക്തി തിരിച്ചു കിട്ടിയിരുന്നു. എല്ലാവരുടെയും ശക്തി തിരിച്ചു കിട്ടണം എനിക്ക് ആഗ്രഹമില്ല. കാരണം എനിക്ക് ഈ കാട്ടിന്റെ മഹാരാജാവണം. ഓഹോ, അപ്പോൾ ഇതാണ് കാര്യം. ഇനി ചെന്നായ ഉത്തരം പറയേണ്ടി വരും. പിറ്റേ ദിവസം രാവിലെ എല്ലായിടത്തും വാർത്ത പരന്നു. എല്ലാ വന്യപ്രാണികളുടെയും ശക്തി തിരിച്ചു വന്നിരിക്കുന്നു. ഇത് മനസ്സിലാക്കി ചെന്നായ ഗുഹയിലേക്ക് എത്തിച്ചേരുന്നു. നീ ഇവിടെയാണോ? പിന്നെ എല്ലാവർക്കും ശക്തി തിരിച്ച് എങ്ങനെ കിട്ടി? ഞാൻ വ്യാകുലപ്പെടുമ്പോൾ നീ ചിരിക്കുകയാണോ? ഞാൻ ആടല്ല മഹാരാജാവേ, അതുകൊണ്ടാണ് ഞാൻ ചിരിക്കുന്നത്. ഇതിനെയാണ് ഉരുളക്കുപ്പേരി എന്ന് പറയുന്നത്. ആടിന്റെ പകരം നീ ഇവിടെ എങ്ങനെ വന്നു? അതായത് നീ ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ആടിനെ അപ്രത്യക്ഷമാക്കിയതുപോലെ, അതുപോലെ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ ആടിനെ അപ്രത്യക്ഷമാക്കി കുറുക്കനെ ഇവിടെ തന്നെ നിർത്തി. രാത്രി തന്നെ നമ്മൾ ആ പവിത്രമായ ആടിനെ അടുത്ത ഗുഹയിൽ ചെന്നു. ആടിന്റെ കല്ല് തൊട്ടുടൻ നമ്മുടെ ശക്തി നമുക്ക് തിരിച്ചു കിട്ടി. ഇത് കേട്ട് ചെന്നായ ആശ്ചര്യചകനായി. മഹാരാജ്, ഈ വഞ്ചകനായ ചെന്നായ ഇനി നമ്മൾ എന്തു ചെയ്യണം? നിങ്ങളെല്ലാവരും ഇവനെ കൊന്നു തിന്നുക.
മഹാരാജാവെ അദ്ദേഹത്തിന് മാപ്പാക്കണം. നീ എന്താണ് പറയുന്നത് ചമേലി? തെറ്റ് ചെയ്യുന്നവരെക്കാട്ടിലും മാപ്പ് കൊടുക്കുന്നവരാണ് വളരെ ശ്രേഷ്ഠന്മാർ മഹാരാജാവേ. നോക്കൂ ചെന്നായെ, നീ ഇതിനെ തടവിലാക്കി, പക്ഷേ എന്നിട്ടും അത് നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. ഇതിനെയാണ് ഒരു വിശുദ്ധ ജീവി എന്ന് വിളിക്കുന്നത്. രാജാവ് ആവാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ എന്റെ കർത്തവ്യങ്ങളും മറന്നുപോയി. അടിയനെ ക്ഷമിച്ചാലും മഹാരാജൻ. ചമേലി എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിന്നെ ക്ഷമിച്ചിരിക്കുന്നു. മാപ്പ് കിട്ടിയതിൽ ചെന്നായ വളരെ സന്തോഷവാനായി. ശക്തി തിരിച്ചു കിട്ടിയതിൽ എല്ലാ വന്യജീവികളും. അതിനുശേഷം എല്ലാവരും വളരെ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.